ഓക്കെ, അടുത്ത് നമ്മൾ സിറ്റിസൺ ചാർട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. സിറ്റിസൺ ചാർട്ടർ എന്ന് പറഞ്ഞാൽ പൗരാവകാശ രേഖയാണ്. അതും ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും കൂടുതൽ സുതാര്യമൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ടൂള് തന്നെയാണ്, നമ്മൾക്കുള്ളൊരു അവകാശമാണ്. എന്താണെന്ന് നോക്കാം. ഇൻ റെസ്പോൺസ് ടു ട്രാൻസ്ഫോമിങ് ഗവൺമെൻറ് ടു സിറ്റിസൺ ഇൻ്റർഫേസ്, ഗവൺമെൻറ്റിനെ സിറ്റിസണിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ് ഈ സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത്. സിറ്റിസൺ ചാർട്ടർ വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ 2002. 2002 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. During May 1997, a conference of chief ministers of various state and union territories was held in the New Delhi to adopt an action plan for effective and responsive government at the center and state level. അതായത് 1997 ഒരു കോൺഫറൻസ് നടന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മന്ത്രിമാരുമൊക്കെ ആയിട്ട് വലിയൊരു കോൺഫറൻസ് നടന്നു ഡൽഹിയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡോപ്റ്റ് ആൻ ആക്ഷൻ പ്ലാൻ ഫോർ എഫക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഗവൺമെൻറ്, വളരെ കാര്യക്ഷമവും അതുപോലെ ഉത്തരവാദിത്വമുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പ്ലാൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും, അതായത് കേന്ദ്രത്തിലും സംസ്ഥാന മേഖലയിലും. വൺ ഓഫ് ദി മെയിൻ അജണ്ട വാസ് ടു ഫോർമുലേറ്റ് സിറ്റിസൺ ചാർട്ടർ വിച്ച് കുഡ് എൻഷുർ സർവീസ് ഡെലിവറി സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ഒരു മെയിൻ അജണ്ട എന്തായിരുന്നെന്ന് വെച്ചാൽ സിറ്റിസൺ ചാർട്ടർ ഫോർമുലേറ്റ് ചെയ്യുക എന്നതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സിറ്റിസൺ ചാർട്ടർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ടു എൻഷുർ സർവീസ് ഡെലിവറി സ്റ്റാൻഡേർഡ്സ്, നമുക്ക് കിട്ടുന്ന സേവനങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ സിറ്റിസൺ ചാർട്ടറിൻ്റെ ഒരു ലക്ഷ്യം. At the apex level, the task of formulation and implementation of Citizen Charter was taken by the Department of Administrative Reforms and Public Grievance. അതായത് കേന്ദ്രത്തിൽ ഈ സിറ്റിസൺ ചാർട്ടറിൻ്റെ ഫോർമുലേഷനും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ നടത്തിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവിയൻസ് ആയിരുന്നു. Comprehensive guidelines were prepared and communicated to several public institutions to include the following components in their respective organizations. അതായത് നമ്മളെ ചില സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, വില്ലേജിലോ പഞ്ചായത്തിലോ ഒക്കെ ചെല്ലുമ്പോഴേ അവിടെ ഒരു ചാർട്ടർ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ, അതുപോലെ അവിടെ വരുന്നവരാരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ യോഗ്യതകൾ, പിന്നെ ഇവിടുന്ന് എന്തൊക്കെ സർവീസസാണ് ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആരെ അറിയിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ് സിറ്റിസൺ ചാർട്ടർ. അതായത് സർവീസ് ഡെലിവറി സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത്. അത് അപ്പെക്സ് ലെവലിൽ കൊണ്ടുവന്നത് ആരാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവിയൻസസ് ആണ്. അവരുടെ അതിനകത്ത് എന്തൊക്കെ കമ്പോണൻസാണ് ഉള്ളത്? വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ് ട്രാൻസാക്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ, ഡീറ്റെയിൽസ് ഓഫ് ക്ലയൻസ്, ഡീറ്റെയിൽസ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ടു ഈച്ച് ക്ലയൻറ്റ് ഗ്രൂപ്പ്, particulars of grievance redressal mechanism and how to access it and expectations from the client. അതാണ് ഈ സിറ്റിസൺ ചാർട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പബ്ലിക് ഹിയറിങ്സിലോട്ടാണ് പോകുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനെ മോർ ഓപ്പൺ ആൻഡ് മോർ റെസ്പോൺസീവ്, മോർ ഡെമോക്രാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. A public hearing is a participatory process that involves detailed interaction between the general public and the concerned stakeholders of the project, vis-a-vis mining, industrial infrastructure, thermal power, nuclear power and hydropower projects. As per the provisions of Environment Impact Assessment 2006, conduct of public hearing is mandatory for obtaining environment clearance of any project. It is to be noted that the relevance of public hearings underscores the principles of democratic governance and sustainable development. Prior to the hearing, the draft of EIA report is widely circulated among the stakeholders for suggestions, criticism, comments and questions. അതായത് ഈ പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എവിടെയെങ്കിലും വരാൻ പോകുന്നു, ഇപ്പം നിങ്ങളുടെ ജില്ലയിൽ എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റ് വരാൻ പോവുക, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് വരാൻ പോവുക. അപ്പോൾ ആ പ്രോജക്റ്റ് വരുന്നതിന് മുന്നേ അവിടെ ഒരു
പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ആ പ്രോജക്റ്റ് വരുന്നതിലൂടെ അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുമോ, അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഈ പബ്ലിക് ഹിയറിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട്, പബ്ലിക്കിന്, അതായത് പീപ്പിൾസിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുന്നേ അവിടുത്തെ ജനങ്ങളുമായിട്ട് ഉള്ളൊരു ഇൻട്രാക്ഷനാണ് അവിടെ വരുന്നത്. അവർക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവർക്കും സജഷൻസിനും ക്രിറ്റിസിസത്തിനും കമൻറ്റിനും ക്വസ്റ്റ്യൻസിനും ഒക്കെ ഉള്ള അവകാശമാണ് അതിൽ കൂടെ കൊടുക്കുന്നത്. ഇൻ ദ ലോക്കൽ വെർനാക്കുലർ ലാംഗ്വേജ്, അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെയാണ് അവരത് അതിൽ പങ്കെടുക്കുന്നത്. ഫോളോയിങ് ദിസ് ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പബ്ലിക് ഹിയറിംഗ് ഇസ് നോട്ടിഫൈഡ് ഇൻ ദ നാഷണൽ ആൻഡ് റീജിയണൽ ഡെയിലി ഫോർ വൈഡർ പാർട്ടിസിപ്പേഷൻ. ഒരുപാട് ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡേറ്റും ടൈമും എല്ലാം ഏതെങ്കിലും ഒരു അതായത് നല്ല സർക്കുലേഷനുള്ള പത്രത്തിലൂടെ എല്ലാം കൊടുക്കുന്നുണ്ട്. ലേറ്റർ ദ competent authority convenes a hearing with the public. Usually the district magistrate presides over the hearing process and necessarily arrangements are made to videotape the entire proceedings. മിക്കവാറും ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തന്നെ ആയിരിക്കും ആ പ്രോസസ്സിനെ പ്രിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ അവിടെ നടക്കുന്ന ഈ പ്രൊസീഡിങ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ടേപ്പ് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. There have been instances where the procedures had not been followed as prescribed in the legislation, and in such cases the concerned authorities can റീകൺവീൻ ദ ഹിയറിംഗ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അല്ല ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തേക്കുന്നതെങ്കിൽ പിന്നെ വീണ്ടും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ ഇൻസ്റ്റൻസ്, എക്സാമ്പിൾ നമുക്ക് പറയാം. ഇൻ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്, തമിഴ്നാടു, ദ EIA report was not provided in the vernacular language and the hard copies of the report were not widely circulated. As a result, the public hearing was reconvened. അതായത് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ, അവിടെ ഈ പബ്ലിക് ഹിയറിംഗ് വെച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലും അല്ലായിരുന്നു. അതുപോലെ അവിടുത്തെ ഹാർഡ് കോപ്പീസ് ഒന്നും നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടും ഇല്ലായിരുന്നു, അവിടെ എല്ലാവർക്കും എത്തിയിട്ടും ഇല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എന്ത് ചെയ്തു? റീകൺവീൻ ചെയ്തു. അടുത്തത് സോഷ്യൽ ഓഡിറ്റാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിനെയൊക്കെ കൂടുതൽ സുതാര്യവും അഴിമതിരഹിതവും ഒക്കെ ആക്കാനും പിന്നെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ഗവൺമെൻറ്റിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൊണ്ടുവന്ന കുറേ ടൂൾസാണ്. എന്താണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് നോക്കാം. ഇൻ ഇന്ത്യ, സോഷ്യൽ ഓഡിറ്റ് ആസ് ആൻ എംപവർമെൻറ്റ് ടൂൾ വാസ് ഇൻസർട്ടഡ് ആസ് പാർട്ട് ഓഫ് MGNREGA ആക്ട് 2005. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഭാഗമായിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ വരുന്നത്. The mechanism of social audit enabled the citizens to directly participate in the governance process to track the discrepancies between allocation of fund and utilization of fund. അതായത് ഈ മെക്കാനിസത്തിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൗരന്മാർക്ക് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നു ഗവർണൻസ് പ്രോസസ്സിൽ. ഭരണനിർവഹണത്തിൽ പൗരന്മാർക്ക് ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ടു ട്രാക്ക് ദ ഡിസ്ക്രിപ്ഷൻസീസ് ബിറ്റ്വീൻ അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര ഫണ്ട് അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു വരുന്നുണ്ട്, അതുപോലെ അവർ എത്ര ആ ഫണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതും തമ്മിലുള്ള ഈ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ദൂരീകരിക്കുക എന്നതാണ് ഈ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ദ റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദ ഗവൺമെൻറ് പ്രോജക്റ്റ് ആർ കളക്റ്റഡ്. ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഗവൺമെൻറ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കളക്ട് ചെയ്യും. സെക്കൻഡ്ലി, സിറ്റിസൺ സർവീസ് ആൻഡ് സ്പോട്ട് ഇൻസ്പെക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ ദ സോഷ്യൽ ഓഡിറ്റേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് സിവിൽ സൊസൈറ്റി. അതായത് സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള സോഷ്യൽ ഓഡിറ്റേഴ്സിൻ്റെ ഇൻസ്പെക്ഷൻസ് രണ്ടാമത് നടക്കുന്നു. മൂന്നാമത്തത് റെക്കോർഡ്സ് ആർ സ്ക്രൂട്ടനൈസ് ടു ഫൈൻഡ് എനി മിസ് അപ്രോപ്രിയേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് റെക്കോർഡുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എന്തെങ്കിലും മിസ് അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ, വിഭവങ്ങളുടെ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദീസ് പ്രിലിമിനറി സ്റ്റെപ്സ് ദാറ്റ് ദ സോഷ്യൽ ഓഡിറ്റ് ഹോൾഡ് ഒഫീഷ്യൽ ഡയറക്ട്ലി അക്കൗണ്ടബിൾ അറ്റ് ദ പബ്ലിക് ഹിയറിംഗ്. ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ മാത്രമാണ് സോഷ്യൽ ഓഡിറ്റ് എന്തിന്
കൈമാറുകയുള്ളൂ, പബ്ലിക് ഹിയറിങ്ങിനായിട്ട് കൈമാറുകയുള്ളൂ. ദ പബ്ലിക് ഹിയറിംഗ് ഈസ് യൂഷ്വലി അറ്റൻഡഡ് ബൈ ഗ്രാമസഭ മെമ്പേഴ്സ്, ലോക്കൽ ഒഫീഷ്യൽസ് ആൻഡ് അതർ കൺസേൺഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പബ്ലിക് ഹിയറിംഗ് ആരൊക്കെ ഉണ്ടാവും? ഗ്രാമസഭയിലുള്ള ആളുകളുണ്ടാവും, അതുപോലെ ലോക്കൽ ഒഫീഷ്യൽസ് ഉണ്ടാകും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൽ ആരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു, ആ ഒരു പ്രോജക്റ്റുമായിട്ട് അവരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. Further follow-up actions are conducted after the hearing with regard to identifying, planning and prioritizing of projects. It has to be noted that projects are generally initiated based on the annual village plans. അതിനുശേഷമാണ് പ്ലാനിങ്, ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്, പിന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ അതിൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ആനുവൽ വില്ലേജ് പ്ലാൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് എല്ലാം തയ്യാറാക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ സോഷ്യൽ ഓഡിറ്റ് മേ സെർവ് ആസ് ആൻ അക്കൗണ്ടബിലിറ്റി ടൂൾ ഇൻ സെവറൽ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ പിൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം കൊണ്ടുവരുന്നതിൽ ഒരു വലിയ ഒരു പങ്കാണ് ഈ സോഷ്യൽ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. In April 2017, the state of Meghalaya passed legislation on the social audit called the Meghalaya Community Participation and Public Service Social Audit Act. The mandated social audit as an integral part of governance. അതൊന്നും നോക്കണ്ട, അതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവർണൻസിലോട്ടാണ് പോകുന്നത്. ഗവർണൻസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവലാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ ഭരണം. സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഭരണം നടക്കുന്നത്? അവിടെ ആരാണ്? അവിടെ തലവൻ ഗവർണറാണ് അല്ലേ. നമ്മൾ കേന്ദ്രത്തിൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാനങ്ങളുടെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ് അവിടെ ഒരു മന്ത്രിസഭയെ രൂപീകരിക്കുന്നതിലും ഓരോ മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഗവർണറാണ്. ഏകദേശം കേന്ദ്രത്തിൽ എന്തൊക്കെ പവർ ഗവർണർക്കുണ്ടോ ആ പവറെല്ലാം തന്നെ കേന്ദ്രത്തിൽ എന്തൊക്കെ പവർ പ്രസിഡൻറ്റിനുണ്ടോ ആ പവേഴ്സ് എല്ലാം തന്നെ പിന്നെ സംസ്ഥാനത്തിൽ വരുമ്പോൾ ഗവർണർക്കുണ്ടാവും. പക്ഷേ എല്ലാ പവറും ഇല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും അതുപോലെ മിലിറ്ററി പവേഴ്സിൻ്റെ, അതായത് നമ്മുടെ ഡിഫൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൺട്രോൾ പ്രസിഡൻറ്റിന് മാത്രമാണ്. അങ്ങനെയുള്ള കൺട്രോൾസ് ഒന്നും നമ്മുടെ ഗവർണർക്കില്ല. പിന്നെ അവിടെ പ്രധാനമന്ത്രി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഓരോ വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രസിഡൻറ്റിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അതേ റോൾ ആരാ ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്ററാണ് ഇവിടെ അത് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ലിങ്കായിട്ട് ഇവിടെ നിൽക്കുന്ന ആരാണ്? നമ്മുടെ ഗവർണറാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കേസ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഗവർണറിൻ്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട്. ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുണ്ട്. എന്താണ് ഓർഡിനൻസ്? ഈ യൂണിറ്റിൻ്റെ അടുത്ത പാർട്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസിൻ്റെ ഫുൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ യൂണിറ്റ്സും വരുന്ന 3 ദിവസത്തിനുള്ളിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.